പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ പുറകുവശം വെട്ടി വെച്ചത് നമ്മൾ ഫ്രണ്ട് വശം വെട്ടാനെടുത്ത് തുണിയുടെ മുകളിലേക്ക് വെക്കുന്നു. നമ്മൾ എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തുന്നു, കൈക്കുഴി അടയാളപ്പെടുത്തുന്നു. വണ്ണം നമുക്ക് ഇവിടത്തെക്കാളും 1 ഇഞ്ച് അധികം ഇടുന്നു. അതായത് നമുക്കിവിടെ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 ഇഞ്ച് കൂടുതലിടുന്നത്. ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കൂടുതലിടുന്നു. വേസ്റ്റ് ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിടുന്നു. ഫ്രണ്ട് വശത്തെ നമുക്കൊന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ പുറകുവശത്തെ വരാം. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് കഴുത്ത് രേഖപ്പെടുത്താം. 6.5 ഇഞ്ച് കഴുത്ത് കൊടുക്കാം. 2.5 ഇഞ്ച് ഇവിടെ അകലവും ഷോൾഡർ ഭാഗത്ത് നമ്മൾ 2.25 ഇഞ്ച് അകലവും കൊടുത്ത് കഴുത്ത് വരച്ചു. ഇതിന് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന്റെ വരയ്ക്കുന്ന എങ്ങനെ നോക്കാം. പ്രിൻസസ് കട്ടിന്റെ ടക്ക് പോയിന്റ് നോക്കുന്നത് മുകളിൽ നിന്ന് നമുക്ക് 10 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ചിൽ നമ്മൾ ടക്ക് പോയിന്റ് അടയാളപ്പെടുത്തി. അകലം നമുക്ക് 6.5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പടി നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പടിയുടെ കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ 3.5 ഇഞ്ച് അകലം കൊടുത്തു. അതൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഇത് നമ്മൾ ടക്കിനായിട്ട് 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്താണ്. ആ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് നമ്മൾ അതായത് നമ്മൾ കട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് 3 ഇഞ്ച് ആയാലും മതി. 3 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി വരച്ചു. അതിനുശേഷം ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു. അതായത് നമ്മൾ 1.5 ഇഞ്ച് അകലം കൊടുത്തതും 3 ഇഞ്ച് ഇറക്കം കൊടുത്തതുമായിട്ടുള്ള താഴെ 3 ഇഞ്ച് കൊടുത്തതുമായിട്ടുള്ളത് യോജിപ്പിച്ചു. അതിനുശേഷം ഇതിനെ നമുക്ക് ഈ പോയിന്റിലേക്ക് ചെരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ചെരിച്ചു കൊണ്ടുവന്നു. നമ്മളിവിടെ അടിയിൽ കട്ടിങ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെരിക്കുന്നില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ചെരിക്കേണ്ടതായിരുന്നു. അത് നമ്മളിവിടെ ചെരിക്കുന്നില്ല. കാരണം കട്ടിങ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടുന്ന് നമുക്കൊരു ടക്കും കൂടെ വരേണ്ടതുണ്ട്. പ്രിൻസസ് കട്ട് അങ്ങനെയാണല്ലോ. അതിന് മുന്നേ നമുക്ക് ഈ കൈക്കുഴി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഫ്രണ്ട് വശം കുഴിച്ചു വെട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വന്നൊരു ടക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഈ പോയിന്റിലേക്ക് നമ്മൾ നിന്ന് വരച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ വന്നങ്ങ് ചെരിച്ചു. കണ്ടോ, ഈ പോയിന്റിൽ നിന്നും ഇതിനെ ഇവിടെ നിന്ന് ഈ 3-ൽ നിന്ന് ഇങ്ങനെ വരുന്ന അതിനെ നമ്മളൊന്ന് ചെരിച്ചു കൊടുത്തു. ഇതിലേക്ക് യോജിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് രണ്ടും കൂടെ കൂട്ടിയേപ്പിച്ചാൽ നമ്മുടെ പ്രിൻസസ് കട്ട് ഓക്കെ ആയി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ മാത്രം പോരാ. അതിന് നമ്മൾ ഒരു 4 ഇഞ്ച് അവിടെ ഉള്ളിൽ നിന്ന് ഇട്ട് കളയണം. ഇങ്ങനെ കാരണം ഇവിടെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ചുളുങ്ങാതിരിക്കണമെങ്കിൽ ഇവിടെ 4 ഇഞ്ച് നമ്മൾ എടുത്ത് കളയുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന്റെ വരയ്ക്കുന്നത്.